ഹായ് ഹലോ അച്ചു സാലോവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ടോപ്പിക്കായിട്ടാണ് വന്നിട്ട്. എന്താണെന്നല്ലേ നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായല്ലോ. നമ്മളെപ്പോഴും നമ്മുടെ ഒരു ലൈഫിൽ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു കാര്യം എപ്പോഴും ഞാൻ അത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് കേട്ടോ. എനിക്കൊരു കാര്യമുണ്ട്, അത് ഞാൻ റിക്കവറായി വരുന്നെങ്കിൽ അത് നിങ്ങളൊരു ഷെയർ ചെയ്ത് ഈ കാണുന്നവരിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു വ്യക്തിയെങ്കിലും കാണും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഓരോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ ഈ വളച്ച് കിട്ടുന്നില്ല, കം ടു ദ സ്ട്രേറ്റ് പോയിന്റ്. അപ്പം നമ്മൾ ചില സമയത്ത് നമ്മൾ വേദനിച്ച് നമ്മളൊരു സൈലൻ്റ് ആയിട്ട് ഇരിക്കൂലേ, നമുക്കൊന്നും അപ്പം സൈലൻ്റ് ആയിട്ട് ഇരുന്നിട്ട് ഒരു കാര്യമില്ല എന്ന് എല്ലാവരും പറയൂലേ. അപ്പോൾ നമ്മൾ ചില ദിവസങ്ങൾ വെച്ചിട്ട് ദൈവമേ എന്തിനാണ് ഇങ്ങനെ ഡെയിലി പ്രശ്നങ്ങൾ തരുന്നത്, നമുക്ക് ചിലപ്പോൾ പൊട്ടി നമ്മൾ കരയായിരിക്കാം, അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇങ്ങനെ ഒന്നും ഇണ്ടാതെ നമ്മൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുക. പക്ഷേ ഈ സൈലൻ്റ് ആയിട്ട് ഇരിക്കുന്ന സമയം നമുക്കൊരു കിട്ടുന്ന ഒരു സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാമോ? അതിൻ്റെ ബാക്കിൽ ഒരു നല്ലൊരു സ്ട്രെങ്ത് കിട്ടും, നിങ്ങൾക്കത് ജീവിക്കാനുള്ളൊരു സൂപ്പർ പവർ തരുന്നത് എത്ര പേർക്ക് അറിയാം? അതിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളുമായ കുറച്ച് സംഭവങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഡിലേ ഇല്ലാതെ തന്നെ വീഡിയോയിലോട്ട് പോകാം. ടോപ്പിക്കായിട്ട് ഞാൻ ഒരു കാര്യം പറയട്ടെ. നമ്മൾ ഈ സൈലൻസിൽ നിന്ന് നമുക്ക് കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ പറ്റും, ലെസൺസ് കിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, സൈലൻസിൽ നിന്ന് ഈ നമ്മൾ മൗനമായിട്ട് ഇരിക്കണേന്ന് കുറച്ച് പാഠങ്ങളും കിട്ടും. സത്യമാണ്, ബിലീവ് മീ. ഞാനേ കുറച്ച് വർഷങ്ങൾ മുമ്പ് എൻ്റെ ജീവിതം ഭയങ്കരമായിട്ട് മാറി പറഞ്ഞിട്ടുണ്ട്. കുറേ ഒറ്റപ്പെടലുണ്ട്, ചിലപ്പം ഇങ്ങനെ കരഞ്ഞിരുന്ന രാത്രികളുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കരയുന്ന വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ വിഷമിക്കുന്നത് അങ്ങനത്തെ ഒരു വീഡിയോ അല്ലെങ്കിൽ അതൊന്നും എനിക്ക് ഇടാൻ താല്പര്യമില്ലാത്ത വ്യക്തിയാണ് കേട്ടോ. എനിക്കെപ്പോഴും പോസിറ്റീവ് വൈബ് തരണം, അല്ലെങ്കിൽ അതും അതിജീവിച്ച് പോകണമെന്നുള്ള വ്യക്തിയാണ്. അപ്പം ഞാൻ കുറേ വർഷമായിട്ട് എനിക്ക് ഭയങ്കര സങ്കടം, സ്ട്രഗിള്, ജീവിതമേ മടുത്തു എന്നുള്ള പല സ്റ്റേജുകളിൽ ഞാൻ പോയിട്ടുണ്ട്. എനിക്കിനി അങ്ങോട്ട് എന്താണെന്നൊന്നും അറിഞ്ഞുകൂടാത്ത കുറേ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ആ സമയത്ത് ഒരു സൈലൻ്റായിട്ട് ഞാൻ ഇരിക്കും. എൻ്റെ ഒരു ഷോർട്സ് വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ സൈലൻ്റ് ആയിട്ടിരിക്കുമ്പം നമ്മൾ ഭയങ്കര സ്ട്രെസ്സ് ആയിട്ടായിരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി സൈലൻ്റ് ആയിട്ടിരിക്കും, പാട്ടൊക്കെ കേട്ടിരിക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇത്. ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലെസൺസ് എന്തൊക്കെയാണെന്ന് അറിയും. മെയിനായിട്ട് നമുക്ക് നമ്മുടെ മനസ്സിനെ കേൾക്കാൻ പറ്റും. നമ്മളിപ്പോൾ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ്. സൈലൻ്റ് ആയിട്ടിരിക്കുമ്പോൾ കുറച്ച് നേരം നമ്മൾ കരയുമായിരിക്കും. എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് പറ്റൂലല്ലോ. നമ്മൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ ഒരു സൈലൻസിൽ നിന്ന് നമ്മളൊന്ന് അതിജീവിക്കാൻ പഠിക്കും, ഇല്ലേ? അതിജീവിക്കാൻ പഠിക്കും. ഫസ്റ്റ് നമ്മളെ മനസ്സിനെ എന്തെന്ന് കേൾക്കാൻ പഠിക്കും. നമ്മളെ മനസ്സ് എന്താണ് പറയുന്നത്. നമ്മൾ കുറച്ച് നേരം മൗനമായിട്ട് ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സ് കുറേ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നമ്മളിപ്പം മിണ്ടാതെ ഒരു ഫോണോ ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ കുറച്ച് നേരം ഇരിക്കുമ്പോൾ നമ്മളെ മനസ്സ് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും. അപ്പോൾ അത് നമ്മൾ കേൾക്കാൻ പഠിക്കും. അപ്പോൾ നമ്മളെ മനസ്സിന് എന്തൊക്കെയാണ് പറയുന്നതെന്ന് അത് നമുക്ക് കേൾക്കാനുള്ള ഒരു ഇത് വരും ആ സൈലൻസിൽ. പിന്നെ നമ്മൾ പെട്ടെന്ന് പോരാടാൻ ശ്രമിക്കും. എന്താണ് അടുത്ത എങ്ങനെയാണ് എങ്ങോട്ട് എന്താണ് സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ നമ്മളിങ്ങനെ ഫുള്ള് ഇതാവാൻ നോക്കും. സൊല്യൂഷൻസ് എന്നാൽ ചിലപ്പോൾ തെറ്റാവാൻ ശരിയാവാൻ എങ്ങനെയാവാം നമ്മൾ കുറേ കണ്ടുപിടുത്താൻ ശ്രമിക്കാനും നോക്കും. ഇതിൽ ഏറ്റവും വലിയ പോയിന്റ് എന്തെന്നാ, നമ്മളെ മനസ്സ് എന്താണ് പറയണതെന്ന് നമുക്കത് കേൾക്കാൻ പറ്റും. അതാണ് സൈലൻസിൻ്റെ ഏറ്റവും വലിയ പവർ. അങ്ങനെ കുറച്ച് പാഠങ്ങൾ നമ്മൾ ഈ സൈലൻസ്. രണ്ടാമത്തെ ഒരു കാര്യം ഞാൻ പറയട്ടെ. യെസ്, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ വേദനയിൽ നിന്ന് നമുക്ക് വളരാൻ പറ്റും. സത്യമാണ്, നമുക്ക് വേദനയിൽ നിന്നേ വളരാൻ പറ്റൂ. ഒരിക്കലും സന്തോഷത്തിൽ നിന്ന് നമുക്ക് വളരാൻ പറ്റില്ല. സന്തോഷത്തിൽ നിന്നാൽ നമ്മളൊരു ഭയങ്കരമായിട്ട് കംഫർട്ട് സോൺ ആയിപ്പോവും. നമുക്കതൊരു ഇഷ്ടപ്പെട്ട ഒരു ഇതായിപ്പോവും. നമ്മൾ കുറച്ച് വേദനകൾ നമുക്ക് താങ്ങാൻ പറ്റാത്ത വേദനകളുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് വളരാനൊരു പ്രചോദനം കിട്ടുള്ളൂ. സത്യമാണ്. പിന്നെ കുറേ എന്നെ സംബന്ധിച്ചിടത്തോളം കുറേ കരഞ്ഞ് കിടന്ന് ഞാൻ പോലും അറിയാതെ ഉറങ്ങിയ ദിവസങ്ങളുണ്ട് കേട്ടോ. ഭയങ്കര വിഷമങ്ങളുണ്ട്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ സ്ട്രഗിൾ ചെയ്യാത്ത വഴികളില്ല, ഒന്നുമില്ല. കാരണം അതൊക്കെ ഇവിടെ പറയാമെന്ന് വെച്ചാൽ ഈ വീഡിയോ ഒരു ലൈഫ് ജേർണി ആയിപ്പോൾ സീരിയസ്ലി. അപ്പം ഞാൻ പറയാൻ വന്നതല്ല. അപ്പം ഞാൻ ഉറങ്ങി എണീക്കുമ്പം എനിക്ക് ഏറ്റവും ഒരു മോട്ടിവേഷൻ എൻ്റെ ആയിക്കുട്ടനാണ് കേട്ടോ, എൻ്റെ കുഞ്ഞാണ്. അപ്പം അവനെ കാണുമ്പം അടുത്ത ജീവിക്കാനുള്ള പ്രചോദനം, പിന്നെ എൻ്റെ ബാധ്യതകൾ, അടുത്ത കാര്യങ്ങൾ, ഇതൊക്കെ ഓരോ പ്രചോദനമാണ്. നമ്മൾ ഈ വേദനയിൽ നിന്ന് നമുക്ക് ഇനി വളരേണ്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങൾക്കുള്ള മെസ്സേജാണ് പറയാൻ പോകുന്നത്. ഇപ്പം എന്നെ പോലെ ആയിരിക്കും കുറേ ആൾക്കാർ. നിങ്ങൾ വിചാരിക്കും ഇപ്പം ഞാൻ ഈ ഒരു ലെവലിലിരുന്ന് സംസാരിക്കണമെങ്കിൽ ഞാൻ കുറേ വിഷമിച്ചിട്ട് തന്നെയാണ് ഇരുന്ന് സംസാരിക്കുന്നത്. എന്നും പറഞ്ഞ് ഞാൻ ഇപ്പോൾ ഭയങ്കര സന്തോഷവതിയല്ല. ഇപ്പോഴും അറ്റ് ദ മൊമെൻറ്റ് ഞാൻ കുറേ സ്ട്രഗിളിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എൻ്റെ ഒരു പോയിൻ്റ് ഉണ്ട്.
നമ്മൾ ഈ അറ്റ് പ്രസൻറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സമയം എൻജോയ് ചെയ്യുക. നമ്മൾ ചിരിച്ച മുഖത്തോട് നമ്മളെ തന്നെ ഫേക്ക് ആക്കുന്നതല്ല, നമ്മൾ ആ ഒരു നമുക്ക് കിട്ടിയ ലെസൺസ് പാഠങ്ങളിൽ നിന്ന് നമ്മളൊരു എക്സ്പീരിയൻസിൽ നല്ല പോസിറ്റീവായിട്ടിരിക്കുക. അപ്പം നിങ്ങളിൽ പലരും ഇപ്പം വിഷമിച്ച് സൈലൻ്റായിട്ട് ഓരോ ദിവസവും കഴിയും തോറും ഡെസ്പായി ഇനി എന്തെന്ന് അറിഞ്ഞൂടാതെ ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ഒരു സൈലൻസിൽ നിന്ന് കുറച്ച് ശക്തി ഏറ്റെടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം എന്താണ് അത്, ആ ഒരു മൗനത്തിനെ അതിജീവിച്ച് കുറച്ച് ശക്തി, എന്താണ് ഇനി അങ്ങനെ ചെയ്യണമെന്ന് എൻ്റെ മനസ്സ് എന്താണ് പറയുന്നത്, നമുക്ക് കുറച്ച് പാഠങ്ങൾ തരയാണ്, നമ്മളിനി അങ്ങോട്ട് ജീവിക്കാനുള്ളൊരു മോട്ടിവേഷൻ തരയാണ്. പിന്നെ എല്ലാ കാര്യം ഇപ്പം ഇനി എൻ്റെ വാക്കുകൾ കേൾക്കാൻ ആരും ഇല്ല, അയ്യോ എന്നോട് സംസാരിക്കാൻ. പിന്നെ ലെസൺസ് മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ വളരാൻ പറ്റുമെന്ന്. എങ്ങനെയാണ് വളരാൻ പറ്റുന്നത്? എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടെ നമ്മൾ ഈ വേദനിക്കുന്ന നമ്മൾ ഓരോ വേദനയും നമ്മൾ ഓരോ എക്സ്പീരിയൻസ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മളെ ലൈഫിലുള്ള ഓരോ എക്സ്പീരിയൻസ് ആണ്. ഓരോ എക്സ്പീരിയൻസ് കൂടും തോറും നമുക്ക് ഒരു ലൈഫിൽ ജീവിക്കാനുള്ളൊരു ശക്തി കിട്ടുമെന്ന് പറയാം. നമ്മൾ ഭയങ്കര പ്രശ്നങ്ങളുടെയും വേദനകളുടെയും സ്ട്രഗിൾ ചെയ്ത് വന്നാൽ മാത്രമേ നമ്മളെ ജീവിതത്തിൽ നമ്മൾ അത്രയ്ക്ക് ഉറച്ചു നിൽക്കാൻ പറ്റൂ. എവിടെയെങ്കിലും ഏതെങ്കിലും അറ്റ് ദ എൻഡ് ദൈവം എന്തെങ്കിലും ഒരു ഇത് തരാതിരിക്കില്ല, ഒരു റിസൾട്ട് തരാതിരിക്കില്ല. നമ്മൾ അത്രയും വിഷമിച്ചിൻ്റെയും ഒരു ഇത് നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ശക്തി എന്താണെന്നും നമുക്ക് എങ്ങനെ അതിൽ നിന്ന് അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു കുറേ പാഠങ്ങൾ കിട്ടും. അതൊക്കെ നമ്മൾ കാരണം കൂടുതൽ എക്സ്പീരിയൻസ് കിട്ടുന്നവർ നമുക്ക് ജീവിക്കാനുള്ള കാര്യങ്ങളും നമുക്ക് നമ്മുടേതൊരു ശക്തി കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം നല്ലതാണ്, ജീവിക്കാൻ നല്ലതാണ്. എൻ്റെ കൂടെ സംസാരിക്കാൻ ആരുമില്ല, എനിക്ക് ഷെയർ ചെയ്യാൻ ആരുമില്ല, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം. നമ്മൾ ഒരിക്കൽ പോലും നമ്മൾ മനുഷ്യർ എല്ലാ കാര്യങ്ങളും ആരെടുത്തും ഷെയർ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ നമ്മളെ ഉള്ളിൽ ഹൈഡ് ചെയ്യുന്നത് കാര്യം കാണും. അപ്പം ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ട് നമ്മൾ തന്നെയാണ്. അപ്പം നമുക്ക് മാത്രമേ നമ്മളെ അറിയുള്ളൂ. അപ്പം നമ്മൾ എല്ലാ കാര്യവും നമ്മളെ അടുത്ത് തന്നെ ഷെയർ ചെയ്യാൻ പഠിക്കുക. നമ്മൾ തന്നെ ആ ഒരു സൈലൻസിൽ നിന്ന് അതിജീവിക്കാൻ പഠിക്കുക, സ്ട്രെങ്ത് ചെയ്യിക്കുക. അങ്ങനെ ഒരുമിച്ച് സ്ട്രെങ്ത് ചെയ്ത് പോയാൽ മാത്രം നമുക്ക് ലൈഫ് കളർഫുൾ ആക്കാൻ പറ്റും. പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും ചിന്തിക്കരുത്. ഇപ്പം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് നല്ലൊരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ സ്വീകരിച്ച് പോകാം. നമുക്ക് പറ്റണ കാര്യം നമ്മൾ ചെയ്യുക, സന്തോഷത്തോടെ ഇരിക്കുക, ഏത് മൊമെൻ്റ് ആണെങ്കിലും ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് എവരി മൊമെൻറ്റ്സ്. ഇത്രയും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നു. ഇനി വലിച്ചൊന്നും നീട്ടുന്നില്ല. ഇതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പം നിങ്ങളിൽ പലരും ആരെങ്കിലും സൈലൻ്റ് ആയിട്ടോ ഡെസ്പായിട്ടോ എന്തെങ്കിലും ആയിട്ടിരിക്കുന്നെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് കുറച്ച് ശക്തി നേരിടാൻ നോക്കുക, വാങ്ങാൻ നോക്കുക, അതിൽ അതിജീവിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് ജീവിക്കുക. ഇത്രയേ ഉള്ളൂ. അല്ലാതെ സൈലൻസും ഡെസ്കും ഒരു കാരണമില്ല. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ബൈ.